GoPro ഇങ്ങനെയൊക്കെ പിടിക്കട്ടാ. Yo guys, കിളി പക്ഷി പാടും ദൂരെ. ഇതാണ് ഇവിടുത്തെ അങ്ങനെ സ്പൾബർ ഡ്രൈവ് സീറ്റിന്റെ ഇപ്പുറം നമ്പർ പ്ലേറ്റ് അടിക്കണ്ടേ? നമ്പർ പ്ലേറ്റ് അടിക്കണം. പിന്നെ നിന്റെ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ വെക്കണം. ബാക്കിൽ ലൈറ്റ് വെക്കണം. ഓപ്പണുള്ളൂ. സാധാരണ സ്പൾബറാണ് വണ്ടി ഓടിക്കാറ്. സ്പൾബർ ഡ്രൈവർ സീറ്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഈ വണ്ടിയിൽ നമ്മൾ കുറച്ച് നേരം ഫുഡ് കഴിക്കാനൊക്കെ പോയത്. ഫുഡ് കഴിച്ചിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോക്കൽ കടയിൽ ലോക്കൽ ഫുഡും നല്ല ഫുഡും. ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ നേരെ പോണത് സിലിഗുരിയിലുള്ള സർവീസ് സെൻറ്ററിലേക്കാണ്, അതായത് റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് വണ്ടി സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കണം. പിന്നെ ആ 3 കാര്യങ്ങളെ ഇന്നത്തെ ദിവസം സംഭവിച്ചുള്ളൂ, അത് വേറെ കാര്യം. ഒന്നാമത്തെ കാര്യമാണ് ഈ സർവീസ് സെൻറ്ററിൽ പോയി വണ്ടി കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം കരിമ്പ് ജ്യൂസ് അടിക്കാൻ പോവുക. മൂന്നാമത്തെ കാര്യം ഇവിടെയുള്ള ലോക്കൽ ഫുഡ് നല്ല ടേസ്റ്റുള്ള സ്ഥലത്തുനിന്ന് കഴിക്കുക എന്നുള്ളതാണ്. There are 3 Himalaya and 1 is right here and 2 is coming. Can we deliver today? Because we need to get to Nepal tomorrow. We are coming from Kerala. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടുത്തെ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ട് സർവീസ് ചെയ്യാൻ. അപ്പോൾ നാളെയാണ് ഞങ്ങൾ നേപ്പാൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇവിടുത്തെ ലോക്കൽ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരു ലോക്കൽ ഓട്ടോ പിടിച്ചിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ ഡ്രൈവർ. ബാക്കിൽ ആൾക്കാരുണ്ട്. different type of electric vehicle for zero emission in Siliguri. ഓക്കെ, സീറോ എമിഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി പുല്ലുപോലുണ്ട് ഇവിടെ. എടാ ചോദിക്കാം, जूस पीने के बाद कहाँ जाना है फिर? हाँ भैया उधर रुको. वो पिएगा. कौन सा? वो കരിമ്പ് ना. हाँ एक मिनट मिल जाएगा. वो उधर है ना. रुकिए. എടാ ഒരാൾ 20 രൂപയാണ് പറഞ്ഞു. അയാൾക്ക് ഭ്രാന്താണ് ഇത്രയും പേര് 20 രൂപ കൊണ്ടുപോയി. കഥ പറഞ്ഞാൽ മതി. പക്ഷേ ഇല്ല, എനിക്ക് ഹിന്ദി എന്തായാലും അറിയാൻ പാടില്ല.
അങ്ങനെ നമ്മ വണ്ടി ഷോറൂമിൽ കൊടുത്ത് ഒരു ഓട്ടോ പിടിച്ച്. നല്ല വെയിലും ചൂടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ദാഹം അകറ്റാനായിട്ട് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കരിമ്പിൻ ജ്യൂസ് അടിക്കണ ഒരു രംഗം നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോ ചേട്ടനോട് പറഞ്ഞ് കരിമ്പിൻ ജ്യൂസ് അടിക്കണം എന്നുള്ള സാധനം അടിച്ച് പുള്ളിക്കാരൻ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന സ്ഥലത്തുകൊണ്ട് വണ്ടി നിർത്തി. Yeah. Kerala. Bike se aaya. Bike se? Which bike? Himalayan? അതന്നെയാണ് പുള്ളിക്കാരി BS3 BS4 ഒന്നും അറിയില്ലല്ലോ. നമ്മളെ ഈ വണ്ടിയിലാണ് വന്നേക്കുന്നത്. ഇത്ര കരിമ്പിൻ ജ്യൂസ് അടിക്കാൻ വന്നേക്കുന്നത്. ഈ പുള്ളി 30 രൂപയ്ക്ക് ഈ വലിയ ഗ്ലാസ് 20 രൂപയ്ക്ക് ഗ്ലാസ് എന്ന് പറയണത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ 10 രൂപ ഉണ്ടാവുള്ളൂ മൊത്തം. ഹൈജീനിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഇവിടെ നിന്ന് നേരെ കറുകപ്പള്ളിക്ക് പോവാ. കറുകപ്പള്ളിയിൽ മറ്റേ മിഷനിലടിക്കുന്നുണ്ട്. അവർ ഗ്ലൗസ് ഒക്കെ ഇട്ട് അടിച്ചു തരും. ഇതിനാണ് നമ്മുടെ അവിടെ ഇത്രയും വലിയ ഉള്ള പുതിയ കണ്ടിട്ടുണ്ടാവൂല. നമ്മളവിടെ ഇത് അവിടെ എത്തുമ്പോഴത്തേക്ക് ചുങ്ങിയിട്ടാണ് നമുക്ക് കിട്ടുക. മാൻ പവറാണത്. എനിക്ക് പിന്നെ കരിമ്പിൻ ജ്യൂസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പണ്ട് മുതലേ എപ്പോൾ കരിമ്പടിക്കണ ആര് കണ്ടാലും എനിക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കണം. അത് പണ്ട് മുതലേ എൻ്റെ ഒരു ശീലമാണ്. എൻ്റെ അതേ ശീലം തന്നെയാണ് ഇവരിക്കും. അങ്ങനെ നമ്മൾ ആ ചേട്ടനോട് കരിമ്പിൻ ജ്യൂസ് ഓർഡർ ചെയ്ത്. അപ്പോൾ ഈ കരിമ്പിൻ ജ്യൂസിൻ്റെ അടിക്കണ ഒരു മെഷീൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഫുള്ളി മാൻ പവറിലാണ് ഈ പുള്ളിക്കാരൻ വർക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിലെ പോലെ ഡീസലും പെട്രോളും കറണ്ടിലും ഒന്നല്ല ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യണത്. ഫുള്ളി മാൻ പവറിലാണ്. ആ ചേട്ടൻ ഇങ്ങനെ പ്രൊപ്പലർ ഇട്ടിങ്ങനെ തിരിക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റത്തിലാണ് ഈ ഒരു കരിമ്പിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് എക്സ്ട്രാക്റ്റ് ആയി വന്നത്. ചെറിയ അരിമ്പാണെങ്കിലും പ്രതീക്ഷിക്കണമല്ലോ മധുരമുണ്ട്. സാധനം നമ്മുടെ നാട്ടിൽ കിട്ടാൻ അതേ അരിമ്പ് തന്നെ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പുതിന ഇടും, നമ്മളവിടെ നാരങ്ങ ഇടും, ഇഞ്ചി ഇടും. നീ നല്ല അപ്പം കരിമ്പ് കുടിച്ചിട്ടില്ല സംഭവം തന്നെ. അപ്പോൾ പറഞ്ഞോട് കേക്കിന് കരിമ്പിൻ്റെ അവിടെ ഓട്ടോ വന്ന് നിർത്തി. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മട്ടുമാതിരിയെ കണ്ടിട്ട് അവിടെ ഈ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ നമ്മുടെ പ്രായമുള്ള അതേ ഡാവ് നമ്മളോട് ഇങ്ങനെ കഥയൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെവിടെ നിന്നാണ് വന്നത്, എങ്ങടാ പോകണമെന്നുള്ള സെറ്റപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലായ? ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ഫുഡാണ് അടിക്കാൻ പോകണം? മട്ടൻ താലി അടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈവർ ചേട്ടൻ നമ്മളെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നു. അവസാനം ചിലപ്പോൾ ഏറ്റവും നല്ല ഫുഡ് ആണോ ആള് പറഞ്ഞ ഫുഡ് അറിയാൻ പാടില്ല, പക്ഷേ നമുക്ക് കഴിക്കാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുള്ളിക്കാരനായിട്ടുള്ള ക്യാഷൊക്കെ കൊടുത്ത് കരിമ്പിൻ ജ്യൂസിൻ്റെ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ഡീൽ ചെയ്ത് അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ഓട്ടോ ചേട്ടനോട് പറഞ്ഞ് നമുക്ക് നല്ല ഫുഡ് കഴിക്കണം, ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കണം, നമുക്ക് കഴിക്കേണ്ടത് ഇവിടുത്തെ ലോക്കൽ വിഭവമാണ്, സാധാരണക്കാർ കഴിക്കുന്ന വിഭവമാണ്. അങ്ങനെ ഞങ്ങൾ മട്ടൻ താലി കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് നല്ല സ്ഥലത്ത് കൊണ്ടുപോവാം, അവിടുത്തെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല എന്നും പറഞ്ഞാണ് ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ ഈ സിലിഗുരിയിലെ സിറ്റിയിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ സിലിഗുരീൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
സിലിഗുരി എന്ന് പറയുന്നത് ഡാർജിലിംഗ് ജില്ല, അതായത് വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്ത് ഡാർജിലിംഗ് ജില്ല എന്ന് പറയുന്ന ജില്ലയിലെ ഒരു വലിയൊരു സിറ്റിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ ഒരു ഗേറ്റ് വേ പോലെയാണ്. സിലിഗുരിയിൽ വന്നാലേ നമുക്ക് ഈ സിക്കിം, അതേപോലെ 3 രാജ്യങ്ങൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സിക്കിം രാജ്യമല്ല, 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. നിങ്ങൾക്ക് റോഡ് മാർഗം നിങ്ങൾക്ക് ഈ പറയുന്ന രാജ്യത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ സിലിഗുരിയിൽ വരേണ്ടതുണ്ട്. നേപ്പാളിലേക്ക് അല്ലാതെ വേറെ റൂട്ട് വഴി പോകാൻ പറ്റും. കാരണം ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ വേറെ റൂട്ട് വഴിയാണ് ഇറങ്ങി വന്നത്. അതൊക്കെ ഞാൻ അടുത്ത വരും വീഡിയോയിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അങ്ങനെ നമ്മളൊരു തട്ടുകടയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി പുള്ളിക്കാരൻ വണ്ടി നിർത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. तुम भी खा लो। नहीं, हम नहीं खाएंगे भैया। क्यों? आप लोग खाइए, हम हैं। नहीं, खाओ। ठीक है, उसमें अंडा मिला देना। आप बैठ जाइए। നവ്യൂ ഇതുമാതിരി കനാലിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. बहुत बैठाइए। അപ്പോൾ അവിടെ തന്നെ കുറേ വിഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ മീൻ പൊരിച്ചത്, അതേപോലെ സാധാരണ നമ്മുടെ തട്ടുകടയിൽ പൊരിക്കുന്ന സംഭവങ്ങളൊക്കെ, അതുകൂടാതെ പിന്നെ വെണ്ടക്കൊലത്തിയത്, മുട്ട പുഴുങ്ങിയിട്ട് പൊരിച്ച് വെച്ചേക്കണത്, പിന്നെ പൊട്ടറ്റോ പൊരിച്ച് വെച്ചേക്കണതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചത് മട്ടൻ താലിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്വാളിറ്റി ഫുഡാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പറയാൻ അറിയാൻ പാടില്ല. അവിടെ ഉള്ളതിൽ ക്വാളിറ്റി ഫുഡായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ റേറ്റും ആയിരുന്നു. പിന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ ഇത് 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ലല്ലോ. നമുക്ക് വേണ്ടത് പുള്ളിക്കാരൻ, ആ ഒരു കടക്കാരനെ ഡെലിവർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വളരെ എടുത്തു പറയാൻ പറ്റേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പൈസ സെറ്റിൽ ചെയ്ത് ഇനിയിപ്പം നമുക്ക് വേറെ അങ്ങനെ ചുറ്റിക്കറങ്ങാനൊന്നുമില്ല. നമുക്കിനി നേരെ ഷോറൂമിൽ പോയിട്ട് നമ്മുടെ വണ്ടി എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് നാളെ പോകേണ്ടതാണ്. അപ്പം ഇന്ന് വൈകിട്ടത്തേക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെയാണ് നമ്മൾ വണ്ടി കൊടുക്കണത് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് സിലിഗുരിയിലെ മെയിൻ കാര്യങ്ങൾ. പിന്നെ അവിടെ തന്നെ ഒരു സാങ്ച്വറി ഉണ്ട്, മൊണാസ്ട്രി ഉണ്ട്, പിന്നെ ടീ എസ്റ്റേറ്റ് ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഇവിടെ ഒന്നും പോയില്ല, ഞങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടായില്ല. പിന്നെ സിലിഗുരി ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ പോലെയൊന്നും അല്ലല്ലോ. നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷനൊക്കെ അത്യാവശ്യം ഞങ്ങൾ കവർ ചെയ്തായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് അറിയണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ ട്രാഫിക്കിൻ്റെ റോഡിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ കണ്ടതല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഇതുപോലെ ടൂറിസ്റ്റായിട്ട് വന്നിട്ട് നല്ല ഫുഡ് കഴിക്കണം, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും അവരെ കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ സർവീസ് സെൻറ്ററിൻ്റെ വാതിക്കലെത്തി. ഓട്ടോ ചേട്ടനായിട്ട് നമ്മൾ ബാർഗൈനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഒരാൾക്ക് 20 രൂപ വെച്ചാണ് പറഞ്ഞത്. അവസാനം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏറെക്കുറെ ഒരു 10-200 രൂപ പുള്ളിക്കാരൻ പറഞ്ഞു. നമ്മളത് കൊടുത്ത് പിന്നെ വേറെ എന്താ എക്സ്ട്രാ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞായിരുന്നു. അത് കൊടുക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ ചോറല്ലേ, അപ്പോൾ നമ്മളതും കൊടുത്ത്. അങ്ങനെ ഇന്നത്തോടെ ഓട്ടോ ചേട്ടനായിട്ടുള്ള നമ്മുടെ സ്റ്റോറി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളായിരുന്നു നിങ്ങളെ എനിക്ക് കാണിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കണം, പിന്നെ നേരെ റൂമിലേക്ക് പോകണം, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യണം, കിടന്നുറങ്ങണം. നാളെ ഇനി നേപ്പാൾ. നാളെ ഞങ്ങൾ നേപ്പാൾ ബോർഡർ കടക്കും. അതൊക്കെ ആയിരിക്കും അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, വേറൊന്നും പറയാനായിട്ടില്ല. വീണ്ടും സന്ധിക്കും വരക്കും വണക്കം.